ആരവിടെ ഒരു സുന്ദരിണ്ട് പറഞ്ഞത് അമ്മ അതിസുന്ദരിയാണ്. ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കാന്ന് പറയാൻ എൻഗേജ്മെന്റ് പെണ്ണ് കല്യാണ പെണ്ണാവുമല്ലോ. അതെ, ഇത് കല്യാണമാണ്. എൻഗേജ്മെന്റ് സാധാരണ ഒരു വിധല്ലത് ജഗ പുകയുന്നത് ചിലർക്കാരോട് വേഗം മര്യാദ. അപ്പോൾ ഇന്നാണ് ശരിക്കുള്ള ഷോപ്പിംഗ് കേട്ടോ. കുറച്ച് മുമ്പ് ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിരുന്നില്ല, അന്ന് ഒക്കെ ഒന്ന് കണ്ടുവെക്കലും ഇതൊക്കെ ഒന്ന്. പിന്നെ റെനയുടെ ഡ്രസ്സിന് ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ ഒക്കെ ആയിട്ട് ഇന്ന് ഷോപ്പിങ്ങിന് ഒന്നാണ് ശരിക്കുള്ള ഷോപ്പിംഗ്. ഇന്നൊക്കെ തീർത്ത് വരണം എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഷോപ്പിംഗ് അന്നൊരു അങ്കലാപ്പിലുള്ള ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞങ്ങളെ മോൻ്റെ നിശ്ചയമാണ്, എൻഗേജ്മെൻ്റ് ആണ് ഈ മാസം 25 കേട്ടോ. അപ്പോൾ അതിനുള്ള പർച്ചേസിംഗ് ആണ്. അപ്പോൾ ഇന്ന് കല്യാണത്തിനുള്ള ഡ്രസ്സും ഗിഫ്റ്റും ഞങ്ങളുടെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടോ. റൂവായാമിക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് മെറ്റീരിയലൊക്കെ കൊടുന്ന് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അവിടെ ബാബുക്കുട്ടി വന്നാ ആമിക്കുട്ടി ഇതാ നാത്തൂനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി ഷൂസൊക്കെ ഇട്ട് തിടുക്കായി. പപ്പയും എല്ലാരും റെഡി ആയിട്ടുണ്ട്. നിക്കാക്കുള്ള ഡ്രസ്സ് എടുക്കണം. ഇക്ക ഷെർവാണിയായിട്ട് ഇടുന്നത് കല്യാണ നിശ്ചയത്തിന്. പോവാ. പിന്നെ ഇന്നത്തെ പോക്കിനൊരു സ്പെഷ്യലും കൂടി ഉണ്ട്. നെബിലോട്ടിയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഓൾക്കും ഡ്രസ് മെറ്റീരിയൽ എടുക്കണം. നെബിലോട്ടിയും ഉണ്ണിക്കുട്ടനും ഉമ്മച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് തീരുമാനിക്കും. അപ്പം ഇന്ന് രാവിലെ ആണിങ്ങനെ ഞാൻ പറയാ ഗർഭവും പ്രസവവും ഇപ്പോൾ ഒരു യാമിക്കുട്ടിയുടെ തലയിൽ ഫുള്ള് അതൊക്കെയാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സൊന്നും എടുക്കാൻ പോയങ്ങിട്ട് മനസ്സിലാവണില്ല. ഞാനിങ്ങൾ ഓളോട് നിന്ന് വിളിച്ചിങ്ങനെ പറയുന്നു. അപ്പോൾ ഓള് പറഞ്ഞു ഒന്ന് റെനനെ വിളിക്കുക, റെനനോടും കൂടി ചോദിക്കാമല്ലോ. അപ്പം പിന്നെ അതിപ്പം ഇപ്പം വേണ്ട, കല്യാണമൊക്കെ ആകുമ്പോഴല്ലേ അങ്ങനെയൊക്കെ വിളിക്കുക. അപ്പം ഞങ്ങൾ വേഗം പോട്ടെ, സമയം എടുത്ത് നമുക്ക് ടെക്സ്റ്റൈൽസ് വെച്ച് കാണാറ്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഉപ്പായൊക്കെ എടുത്തിട്ട് വരാൻ പോവാണ്. നമുക്കുട്ടിയാ പോവാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അഗാരോൻ്റെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് നമുക്ക് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കാൻ പറ്റിയ അഗാരോൻ്റെ ഇലക്ട്രിക് സ്പിൻ മോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാന്നൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ. അതിൽ നമുക്കിങ്ങനെ അഡ്ജസ്റ്റബിൾ സ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററും കേബിളും ഉണ്ട്. ഇതാണ് നമ്മളെ മെയിൻ യൂണിറ്റ് ഇട്ട്. പിന്നെ അതിൻ്റെ സ്റ്റിക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് നമ്മൾ എല്ലായിടത്തും ആക്കാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ടോപ്പ് ഉണ്ട് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ തുടക്കാനുള്ള വെള്ളം, നമ്മൾ ലിക്വിഡൊക്കെ കൂട്ടിയിട്ടൊക്കെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള മെഷറിങ് കപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ വരുന്നത് ഇതാ മൈക്രോ ഫൈബറിൻ്റെ നല്ല മോപ്പാണ്. ഇതിങ്ങനെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ അതിനുള്ള വെൽക്കം പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഉപയോഗിച്ചിട്ട് കഴുകി യൂസ് ചെയ്യാനും പറ്റും വീണ്ടും. മാത്രമല്ല ഇതിൻ്റെ കൂടെ എക്സ്ട്രാ 2 കൂടി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ യൂസർ മാനുവൽ ഉണ്ട്. 1 വർഷം വരെ നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഈ ഒരു വയറും പിന്നെ നമ്മുടെ ഇതിൻ്റെ അറ്റത്ത് വരുന്ന ഈ ഒരു വയറും കൂടി കണക്ട് ചെയ്യിപ്പിക്കണം. ഇത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവർ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഈസിയാണ് കേട്ടോ. ഇനി അപ്പോൾ ഇതിൽ നമ്മൾ തുടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് 175 മില്ലി കപ്പാസിറ്റിയാണ് കേട്ടോ ഈ ഒരു ടാങ്കിനുള്ളത്. ഇവിടെ തന്നെയാണ് ഓൺ ബട്ടണും അതുപോലെ വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ബട്ടണും ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമായി ചിലപ്പോൾ നമ്മൾ തുടച്ചു കഴിഞ്ഞാലും വെള്ളം നിലത്തൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ തന്നിട്ടുള്ള ഉണങ്ങിയ പാഡ് വെച്ചിട്ട് നമുക്ക് വീണ്ടും തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ LED ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇരുട്ടത്ത് സോഫിൻ്റെ അടിയിലൊക്കെ വൃത്തിയാക്കുമ്പോഴും വെളിച്ചത്തോട് കൂടി കാണാൻ പറ്റും. പിന്നെ നിലത്തുള്ള അതുപോലെയുള്ള അഴുക്കുകളൊക്കെ നല്ല ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വുഡ്, ടൈല്, മാർബിള് അങ്ങനെ എല്ലാ ടൈപ്പ് തറകളിലും ഇത് തുടക്കാൻ പറ്റും കേട്ടോ. ഇത് വെച്ചിട്ട് അതുപോലെ ഓഫീസുകളിലും വീടുകളിലും ഒക്കെ നമുക്കിത് യൂസ്ഫുൾ ആക്കാം. നല്ല സുഖം ഇതുകൊണ്ട് തുടക്കാൻ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര കനമൊന്നുമില്ല, നല്ല സുഖമുണ്ട് തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് തുടക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാവട്ടോ. നിലത്ത് കറകളും ഒക്കെ ഉണ്ടെങ്കിലും നല്ല സ്പീഡിൽ 150 RPM ആണ് ഇതിന്റെ സ്പീഡ് കിട്ടും. അപ്പൊ സ്പീഡിൽ കറങ്ങിയിട്ട് ആ വൃത്തികേടുകളൊക്കെ നീക്കം ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നീളം കൂട്ടാനും പറ്റും, നീളം കുറക്കാനും പറ്റും. ഇതിന്റെ ഹാൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളയും ചെയ്യും. ഇതിന്റെ റേറ്റ് ഞാനിതാ ഇവിടെ കൊടുക്കാം കേട്ടോ. തുടക്കൽ കഴിഞ്ഞ് നമുക്കിതാ ഇതിങ്ങനെ പറിച്ചെടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് ഉണക്കി വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാം. നല്ലൊരു മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് ആണ്, അതുകൊണ്ട് തന്നെ നല്ല വെള്ളം പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്, കച്ചറൊക്കെ പിടിച്ചെടുക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ. അത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അഗാരോന്റെ ഈ ഒരു ഇലക്ട്രിക് സ്പിൻ മോപ്പ്.
ആൾക്കാര് പറ്റേ ആൾക്കാർ മറ്റേ നബിയിലേക്ക് മറ്റേ അല്ല നമുക്ക് കേറല്ലേ ഇനിന്നാ ഞങ്ങള് ഷോപ്പിലെത്തിട്ടോ അപ്പൊ സുലു വന്നിട്ടുണ്ട് കേട്ടോ. അല്ല പണ്ടൊരുത്തി ഒരു അകാരവന്റെ പാത്രം പ്ലേറ്റും അത് വണ്ടിയിൽ വെച്ചിട്ട് എത്ര ദിവസമായി അറിയോ? ഇങ്ങനെയൊക്കെ നിർത്തി നമുക്ക് പുറത്തുപോയിട്ട് ഫ്രണ്ട്സ് ഞാൻ എത്തിയിട്ടുണ്ട്. ക്യാമറ എടുത്തിരിക്കണെങ്കിൽ എപ്പോഴല്ലേ ഓളിന്റെ അടുത്ത് വരുന്ന നാട്ടുകാർ കാണട്ടെ ഇവൾക്ക് എന്നെ മാത്രം ഇവിടെ വന്നേ സുലു ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വണ്ടിയിൽ ഇങ്ങനെ കാണുന്നു. തണുപ്പൊക്കെ പായി കെട്ടിട്ടാണ് വിന്ററിന് ഇറങ്ങിയിരിക്കുന്ന ഷോപ്പ്. അപ്പൊ എല്ലാരും പറയും എന്താ ഉമ്മാന്റെ വീട്ടിൽ മാത്രമുള്ള ഷോപ്പിംഗ് ആണ് എന്നൊക്കെ. ഇമ്മാന്റെ വീട്ടിൽ ഞാൻ വന്നു കയറിയതാണ്. ഞാൻ എനിക്ക് ഡ്രസ് എടുക്കാറുണ്ട്, അതിന് വേണ്ടി ഞാൻ വന്നതാണ്. എന്നെ ഒരുത്തരും വെച്ചതല്ല. ഇതിപ്പോ നമ്മള് മൂന്നാളും പാടെ വരാൻ വേണ്ടിട്ട് പ്ലാൻ ഇട്ടതാണ്. പിന്നെ അങ്ങനെ കൂടി ഞങ്ങളിവിടെ അതിനൊരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഇപ്പൊ ഇക്കാടമ്മക്ക് വരാൻ പറ്റൂല. പിന്നെ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. നമുക്ക് സൗകര്യം പോലെയാണ്. ഇപ്പൊ നാത്തൂനിക്കാണെങ്കിലും അതെ. ഇതിപ്പോ കല്യാണ ഡ്രസ് ഒന്നല്ലേ, ചെറിയൊരു എൻഗേജ്മെന്റ്. എന്തായാലും ഞാൻ സുഖ്മോന്റെ ടീഷർട്ടാണ് ഇട്ടേക്കണത് കേട്ടോ. സുഖ്മോന്റെ ഇത് ഇപ്പാടത് ഉമ്മാരെ വീട്ടുകാർ ഇപ്പാട് അങ്ങനല്ല. ആർക്കാ എപ്പോഴും സൗകര്യം അപ്പൊ പോലും. ഇപ്പൊ സുലുവിനെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. അപ്പൊ ഇതിന് സുലു വന്നിക്കണ എന്നെ വിളിച്ചില്ലല്ലേ കൂടി കൊണ്ട് വന്നിക്കുക. അങ്ങനെ ജോയിൻ ചെയ്യാം. അത്ര തന്നെ. എന്നെ കൂട്ട പരിപാടി നമ്മൾ നടത്തണ്ട. തുടങ്ങി ഇവര് വന്നാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. രസമുണ്ടല്ലോ. ഞാന് ഡ്രസ് എടുക്കണ്ട ഡ്രസ് ആലോചിക്കാൻ ഇങ്ങനത്തെ ഏതുണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ റൂഷിട്ട പോലെ ചോദിക്കുന്നു. ഒച്ചനോണിയും പറയാതെ എന്റെ പെണ്ണിനുള്ള ഡ്രസ് എടുക്കങ്ങളൊക്കെ കല്യാണത്തിന് എന്താ അണക്ക് നോക്കണം. ഇതിന്ന് ഒന്ന് എൻഗേജ്മെന്റ് പെണ്ണ് കല്യാണ പെണ്ണാവുമല്ലോ. അതെ, ഇത് കല്യാണമാണ്. ഇത് എൻഗേജ്മെന്റ് കൂട്ടുന്നത് രസമുണ്ട്. കളറും ഒക്കെ രസമുണ്ട്. ചെക്കൻ ഇതിൽ ലോക്കായി. ഒരുവിധം ചെക്കന്മാരൊക്കെ മറ്റേ കുഴപ്പമില്ല. ഏതാ ഇവൻ അങ്ങനല്ല, സെലക്ട് ചെയ്യും. ഇത് അടിപൊളിയാണ്. റേറ്റ് ഒന്നും ചെയ്യാൻ ഇപ്പത്തെ കുട്ടികളൊന്നും അങ്ങനെ ഇടൂലല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ ഇട്ടിരുന്നു. ഇങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇട്ടോളാം. യാമിക്കുട്ടി കണ്ടോ? നാത്തൂന് കുപ്പായം കണ്ടോ? ചായ നാത്തൂനെ ഈ പ്രായത്തിലായിരുന്നു നന്നായി. അതേ കോപ്പി ഒരെണ്ണം കൊടുക്കും വേണ്ടി വരും. അതാ ഞാൻ പിന്നെ ഞമ്മക്ക് കൊടുക്കണ്ടേ കുപ്പായൊക്കെ? ഏതാ കുപ്പായം? അതെ, ഞാനതല്ല പറഞ്ഞേ. ഓന്റെ കല്യാണ പെണ്ണിന് എടുക്കണ്ടെന്നാ ഞാൻ ചോദിച്ചത്. റെന്റല് ഞങ്ങട്ട് വന്നാ മതി. അതിന് നാവ് പുറത്താണ്.
കല്യാണച്ചെക്കനക്ക് ഇപ്പോഴാണെന്ന് മകൻ ചെറിയ അതല്ല മറ്റൊരു ഈ ഓറഞ്ച് ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ റെഡ് അപ്പുറത്തേക്ക് പോയപ്പോ അവിടെ കണ്ടു അട്രാക്ഷനാ മറ്റു ഓഫല്ലേ ഇനി കല്യാണം കഴിഞ്ഞാൽ ഓളിടൂല നിശ്ചയം കഴിഞ്ഞാൽ ഓളിടൂല അപ്പൊ ഞാൻ പറയാ നമുക്ക് എന്തെങ്കിലും കല്യാണമൊക്കെ ഉണ്ടാകുമ്പോ ഒരു കല്യാണം ഉണ്ടാ ചുരിദാർ കൊടുത്തേക്ക് ഇടക്കിടക്ക് നമുക്കിത് റെന്റലാക്കണം നമുക്ക് എല്ലാവർക്കും ഇതാ അല്ലേ സുജു മഴ വന്ന് കളിച്ചാൽ മഴക്ക് 2 കയ്യാ ഇളക്കൊക്കെ ഉണ്ട് അവൾക്ക് പല്ലിന്റെ കാര്യത്തിന് പോണേ ഒരു വിധം ഒപ്പിച്ചിട്ടുണ്ട് നമ്മള് ഓർണമെന്റ്സ് ഒക്കെ ആക്സസ് ഇതാണ് ഒരു സാധാരണത്തെ ഒരു വിധമല്ലത് ഒരു വിധം അങ്ങനെ ഒരു വിധം ഒരു വിധാണ്ടോ നബിലട്ടിന്റെ ചുരിദാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഏതാ ചുരിദാർ ഓള് കുഞ്ഞുമോൾക്ക് ഓള് ഗിഫ്റ്റ് കൊടുത്താൽ കേട്ടോ കുഞ്ഞുമോൾ ഇവിടെ അയച്ചിട്ടപ്പോ ഓള് ബാഗ് എടുത്തിട്ട് കൊടുക്കാണ് നാത്തൂന്റെ എൻഗേജ്മെന്റിനുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഡമ്മി ഇതാകുമ്പോ കഴുത്ത് പിന്നെ വൈഡായിട്ട് കാണൂല്ലേ ചെറിയൊരു മറവുണ്ടാവും ഇതൊക്കെ കുറച്ചു നേരം നിക്കാൻ പറ്റുള്ളൂല്ലേ ഇങ്ങനെ ഭംഗി അതെ പിന്നെ ഫോട്ടോയും വീഡിയോ ഉള്ളതുകൊണ്ട് എന്നും കാണാം കമ്മല് പിന്നെ നെറ്റിയിൽ വെക്കണോ അതൊക്കെ ഉണ്ടോ അതിന് ഞാൻ പറഞ്ഞ കഴുത്തിൽ കൊടുക്കണ ചോക്കർ പോലത്തെ അല്ലേ ഇതുപോലത്തെ ഒരു സ്റ്റഡ് എടുത്താൽ വെറുതെ എല്ലാ ആൾക്കാരും പറഞ്ഞു ക്യാമറയില് അവനെ കാണാൻ നല്ല രസമുണ്ട് ക്യാമറയില് രസമില്ലെന്നാ പറയാ നേരിട്ട് കാണുമ്പോഴാണ് എല്ലാരും പറയാ അയച്ചത്ര തോന്നിയിട്ടില്ല അയച്ചത്ര തോന്നിയിട്ടില്ല മതി മതി വന്നപ്പോഴേ ഓളെ കണ്ടിട്ടേ കൊറേ എല്ലാരും പറയൂട്ടോ പിന്നെ അവിടെ തന്നെ അതിസുന്ദരിയാണെന്നാ പറഞ്ഞത് ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടാവണം ഇവിടെ ഉമ്മാര് ഹൈപ്പ് കൊടുത്തിട്ടേ അതിസുന്ദരിയാണല്ലോ നെബിലൂട്ടിന്നാ പറഞ്ഞത് എടാ കേട്ടില്ലേ മമ്മ സുന്ദരിയാത്ര മമ്മ അതിസുന്ദരിയാണ് അത്ര പോയി ചെന്തുകളാണത് ആരവിടെ ഒരു സുന്ദരി ഉണ്ട് പറഞ്ഞത് ഞാൻ വയസ്സായിട്ടുണ്ട് തിരക്കിട്ടേ അവിടുന്ന് എണീറ്റ് മഷാക്കെ അന്നെ പറയട്ടോ ആ മോഡൽ ശരിയല്ലേ നമുക്ക് അത് നോക്കാം ശരിയാ അതാണ് ഇപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെറ്റായോ നമുക്കല്ല നല്ല രീതിക്കുള്ള നോക്കണേ ഞാൻ തൽക്കാലത്തേക്ക് ടെമ്പററി മോഡൽ ചെറുത് വേണം കുറച്ച് ടൈറ്റ് ആയിട്ട് നിക്കണം പക്ഷെ അവള് കൈന്റെ ഇവിടെ കുറച്ച് വീതി ഉണ്ടാവില്ലേ നിന്റെ പോലെ തരം എന്റെ പുതിയപ്പോ കുഴഞ്ഞോ വാ ഇതേപോലെ തന്നെയാണ് അതേപോലെ പക്ഷെ അത്ര കൈ വീതി ഉണ്ടാവില്ല ആണുങ്ങളെ കയ്യും കുറച്ച് വീതിയല്ലേ ഒരു സൈസ് ചെറുതാക്കണോ അങ്ങനെ അമ്മായിന്റെ അമ്മൂസനാവാൻ പോണേന്റെ തിരക്കിലാണ് കേട്ടോ ഞങ്ങള് എന്നാലും ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ പറ്റും സാധനങ്ങളൊക്കെ മേടിക്കലൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഒന്നാമത് മോശം മോന്റെ കല്യാണത്തിനുള്ളതാണല്ലോ ഒരുവിധം ഒക്കെ അടിപൊളിയായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ അങ്ങനെയല്ലേ എൻഗേജ്മെന്റ് ആണെങ്കിലും കല്യാണം പോലെയാണ് ഇത്ര കണ്ണൂര് ഈ വണ്ടിയിലാ ഇത് നല്ല ഇഷ്ടമാണ് വണ്ടി അപ്പോ കുട്ടി എവിടെയായിരുന്നു ഉണ്ണിക്കാക്കാനൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയോ ഐസുകൂട്ടനൊക്കെ കണ്ടിട്ട് ആസൂട്ടൻ ഇല്ലാണ്ട് ഒരു സങ്കടം
വെരി ഹാപ്പി. ബസർ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വേഗം പോയി ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ടാവും ബാക്കി. അപ്പോൾ നെബിലോട്ടി ടീമും മറ്റേ ബണ്ടിലും ഞങ്ങളും ഒത്തിട്ടുണ്ട്. ഞങ്ങൾ വേഗം പോയി ഭക്ഷണം കഴിക്കട്ടെ. വന്നതുകൊണ്ടേ നല്ലതായി പറയാ. സെലക്ട് ചെയ്യാനും നോക്കിയിട്ട് ഇപ്പൊ ഒരു അന്തമിടലാ കഴിയുന്നത്. ഈ ഗർഭവും പ്രസവവും കുട്ടിയായിട്ട് എന്റെ തലയിൽ വേറെ ഒന്നുമില്ല. അപ്പൊ ഡ്രസ് എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും എടുക്കാം. ഒറ്റക്ക് പോകുമ്പോ എപ്പോഴും നമുക്ക് അങ്ങനെ ഞാൻ ഒറ്റക്ക് പോകില്ല. എനിക്ക് അതായത് നമുക്ക് ഇത് ആണല്ലേ കുറെ പേര് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുന്നു. ഓർക്കാരും അറിയണ്ടോ, ഓർക്ക് ഒരു ഇതുണ്ട്. അതുകൊണ്ടാവുള്ളൂ ഓന ഒരു ഐഡിയ ഉള്ളതാണ്. ഇപ്പൊ അത് കാണുമ്പോൾ ഓനക്ക് അറിയില്ല അത് വേണ്ട, ഇത് മതി. അങ്ങനെ ആവുന്നെങ്കിൽ നമുക്ക് സുഖമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് റുവായാമി ഞങ്ങളൊക്കെ പുറപ്പെട്ട് പോവാണല്ലേ. റുവായാമിന്റെ പുതിയാപ്പിള ബാക്കില് പുതിയാപ്പിളിന്റെ തല കാണല്ലോ. പുതിയാപ്പിള ആകെ ക്ഷീണിച്ച് കുഴങ്ങി കിടക്കുക കേട്ടോ. ഈ നെബിലോട്ടിക്ക് ഡ്രസ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ പോണത്. ഇന്നിരുന്നു ഷോപ്പിംഗ് മാമാങ്കം അല്ലേ. എല്ലാരും വന്നാ നമ്മളെ വൈബുള്ള കുറെ ആൾക്കാർ കൂടുമ്പോഴുള്ള രസം അതൊന്നും വേറെ തന്നെ. എടി ഞനക്ക് മെറ്റീരിയൽ കിട്ടൂല. നെബിലോട്ടിക്ക് മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോ റെഡ് മെറ്റീരിയൽ കഴിഞ്ഞു. നമുക്ക് അവിടെ ഏകദേശം ഒരു മെറ്റീരിയൽ എടുക്കാൻ പറ്റും. അതല്ലേ എടുക്കാനാണ് തോന്നുന്നത്. എന്റെ പേരെന്താ പറഞ്ഞേ? ശിശിര. ശിശിര പഠിക്കാണ്. ആ അതെ. എന്താണ് ചെയ്യുന്നത്? ആ ശരി. എന്റെ പേരെന്താ പറഞ്ഞേ? ശിശിര. ശിശിര പഠിക്കാണ്. ആ അതെ. എന്താണ് ചെയ്യുന്നത്? ആ ശരി. ശിശിരനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഷിംന അക്ഷറിനെ ശരി. ബസ്മേറ്റാ? ബസ്മേറ്റ്സാ? ഡ്രാഗൺ ബോട്ട് നബീലാനോട് പറയണേ ഇതൊക്കെ വേണത്തിനെ. പൂരം വന്ന ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കാന്ന് പറയാം. ഞാൻ പൂരത്തിനൊക്കെ മേടിച്ചിരുന്ന പപ്പ ഇക്കങ്ങനെ വിലപ്പിടിപ്പുള്ളൊക്കെ പൂരത്തിനെ മേടിക്കലല്ലേ. ഏറ്റവും വില കൂടിയ സാധനമൊക്കെ പൂരത്തിന്. ഇക്കങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൂരത്തിനെ മേടിക്കല് അല്ല. ഇന്നൊക്കെ അങ്ങനെ പൂരത്തിന് മേടിച്ചതാ. പൂരത്തിന് വില കൊടുത്ത് മേടിച്ചതല്ലേ. ഏകദേശം ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ 6 മണിയായി. ഇതിനങ്ങോട്ട് നിന്നാ പിന്നെ സമയം കണക്കാ. വണ്ടി പോട്ടെ. 24-ാം തീയതി നേരത്തെ വരിക. ഉച്ചല്ലേ കല്യാണം ഞങ്ങൾ നേരത്തില്ല. ഞങ്ങൾ 23-ാം തീയതി നേരത്തെ. അല്ല 24-ാം തീയതി അത്രക്ക് നേരത്തെ 24-ാം തീയതി അത്രക്ക് നേരത്തെ. ആങ്ങളുടെ കല്യാണത്തിന് പൊന്നെടുക്കാൻ വന്ന പെങ്ങള് ഇതാണ് ആ സീൻ അല്ലേ. ആങ്ങളുടെ കല്യാണത്തിന് പൊന്നെടുക്കാൻ വന്നതാ. നാത്തൂനൊക്കെ ആകെ കുഴങ്ങി. ജ്വല്ലറിക്കാരൊക്കെ ചീത്ത പറയുന്നുണ്ട്. ജ്വല്ലറിക്കാരോട് വേഗം മര്യാദക്ക് ഒലി വീഡിയോ കാണുമ്പോഴൊക്കെ രണ്ടും ചീത്ത കേൾക്കുക. ഇത്ര ബില്ല് ചെയ്യാൻ എന്ത് ഇത്ര സമയം. ഞങ്ങൾ സാധനങ്ങൾ എപ്പോൾ എടുത്ത് വെച്ചിട്ട്
മനുഷ്യരെ വെറുതെ ഇങ്ങനെ ഇരുത്തി കുഴക്കങ്ങള്. ഞാൻ പിടിച്ചാ ഞാനേ പപ്പ കുപ്പായൊക്കെ നോക്കട്ടെ. പപ്പക്ക് ഡ്രസ്സ് വാങ്ങിക്കണേ. ഡ്രസ്സൊക്കെ നോക്കട്ടെ കേട്ടോ. ഇക്ക ഷർവാണി ഇട്ടിടുന്നത് കല്യാണത്തിന്റെ ഒന്നും കാണാല്ല, നിശ്ചയത്തിന്റെ ഒന്നും കാണാം. ഇക്ക ഷർവാണി ഞാൻ വെറുതെ പറയണ ഓരോർക്ക് എന്റെ സെക്യൂർക്ക് ഷർവാണിയോ. പിന്നെ ഏതിട്ടാലും ചൊറുക്കല്ലേ. അത് മതി. ചുരിദാറാണല്ലോ ചുരിദാറാണല്ലോ. ആ നോക്കി രാമക്കുട്ടി നിശ്ചയാകുമ്പോഴത്തേനും കുറച്ച് ബിരിയാണി നീറ്റൊക്കെ കുറച്ചാ മതി, സെറ്റ് ആവും. ഇതിട്ടാലേ ഒരു പുതുമ തോന്നും. മറ്റേ ബ്ലാക്ക് ഇട്ടാ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിലിപ്പോ നമ്മളെ ആൾക്കാരിപ്പോ സെക്യൂർക്ക് ഏത് കുർത്തയാണ് ഏത് സർവാണിയാണ് ആകെ കൺഫ്യൂഷൻ. എന്തായാലും നിങ്ങൾക്ക് നമ്മളിത് പോകുമ്പോ അത് കാണാം. അങ്ങനെ ഇക്കാക്കള് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ പാൻറ് ട്രൈ ചെയ്യാൻ പോയിരിക്കാം. ആകെ ടയേർഡായി. പക്ഷെ ഇന്നെല്ലാം അത് തീർത്ത് പോകണം എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇനി ഒരു അർക്കല്ല. ഞാൻ ആകെ 4-5 ദിവസമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നെബിലുട്ടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം അങ്ങനെ പോകും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നെബിലുട്ടി വരെയൊക്കെ പോയിട്ടോ. പിന്നെ ഇനി സമയമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ നെബിലുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റും മേടിച്ചിട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് ഗിഫ്റ്റ് ഞാൻ ഇൻഷാല്ല നെബിലുട്ടിയുടെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ കാണിച്ചു തരും. യാമിക്കുട്ടിയൊക്കെ കുഴങ്ങിക്കണല്ലേ. എങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞല്ലേ? ഓ അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ ഒരു വിധം കഴിഞ്ഞു. അങ്ങനെ റനക്കുള്ള കുപ്പായൊക്കെ കിട്ടി. യാമിക്കുട്ടിക്കുള്ള കിട്ടി. ഓ നല്ല രസമുള്ള കുപ്പായം കിട്ടി, അടിപൊളിയായി. പിന്നെ ഗോൾഡൊക്കെ മേടിച്ച് ഒക്കെ കൊടുത്തു അല്ലേ. യാമിക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു. ഇനി അതൊക്കെ സെറ്റ് ആക്കണം. അവൾക്ക് ഷൂ ഒക്കെ മേടിച്ചു. ആകെ ക്ഷീണിച്ച് വലഞ്ഞിരിക്കണം. നിന്റെ കോട്ടൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിട്ടിയിട്ട് വേണം ഒക്കെ കാണിച്ചു. പെണ്ണാൻ പോയപ്പോ കോട്ടിടായിരുന്നു ആരൊക്കെയോ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഇത് നമ്മളിവിടെ തീർക്കൂല്ലേ? കോട്ടൊക്കെ ഇട്ടിട്ട് ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അടുത്ത തിരക്കും വീഡിയോസും തിരക്ക് അലമ്പ് വീഡിയോസ് ആണ്. എല്ലാരും പറഞ്ഞ എൻഗേജ്മെന്റ് വീഡിയോ വേട്ടുള്ളൂ വൈകിക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.